ഏറ്റവും അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ പ്രസിദ്ധീകരണമായ വചനവാർത്ത 2025 ജനുവരി ലക്കം നമ്മൾ പുറത്തിറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വചനവാർത്തയിലേതുപോലെ തന്നെ ഒരുപക്ഷെ മലയാളം ലാംഗ്വേജ് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അതാത് എഴുതിയ ആളുകൾ അവരുടെ വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്ത ആ വോയിസ് കേൾക്കാനായിട്ടുള്ള ഒരു ക്രമീകരണവും നമ്മൾ ചെയ്തിരിക്കുന്നു. ഈ വചനവാർത്തയിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് നേരിട്ട് യൂട്യൂബിലേക്ക് പോവുകയും അതിൽ കൂടി നിങ്ങൾക്ക് അവരവരുടെ ആർട്ടിക്കിളിന്റെ വോയിസിൽ അത് കേൾക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ പ്രാവശ്യത്തെ വചനവാർത്ത നമ്മൾ അർത്ഥവത്താക്കി തീർത്തിരിക്കുന്നത് അതിൽ ലേഖനങ്ങൾ എഴുതി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ എഴുതി നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ടവരാണ്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രാവശ്യത്തെ വചനവാർത്തയ്ക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ആമുഖ സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിച്ചത് ഓക്സിലറിയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അഭിവന്യ മോസ്റ്റ് ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. അതോടൊപ്പം തന്നെ ഒരു ന്യൂ ഇയർ മെസ്സേജും നമുക്ക് നൽകി തിരുമേനി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ്സ് നൽകിയിരിക്കുന്നത് ഓക്സിലറിയുടെ പുതിയ വൈസ് പ്രസിഡന്റായിട്ട് സേവനം ചെയ്യുന്ന അഭിവന്യ റൈറ്റ് ഓൺ VS ഫ്രാൻസിസ് തിരുമേനിയാണ്. അതുപോലെ വേദപുസ്തകത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ആർട്ടിക്കിള് ഈ പ്രാവശ്യത്തെ വചനവാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത് ഡോക്ടർ സാബു ടി തോമസ് സാറാണ്. നമ്മുടെ പുതുതായിട്ട് ചുമതല ഏറ്റെടുത്ത ശുശ്രൂഷയിലായിരിക്കുന്ന ഓക്സിലറിയുടെ ട്രഷറാണ്. ഈ പ്രാവശ്യത്തെ എഡിറ്റോറിയലിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ ട്രാൻസ്ലേഷൻ വർക്കുകളും ഒക്കെ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ബൈബിൾ ട്രാൻസ്ലേഷൻ പ്രിന്റിങ് വിതരണം അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് എഡിറ്റോറിയലിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. കൂടാതെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ദ ബൈബിൾ ഇൻ ദ ലാൻഡ് ഓഫ് കേരള എന്നുള്ള ഒരു വളരെ അർത്ഥവത്തായുള്ള ഒരു ആർട്ടിക്കിൾ നമുക്ക് നൽകി സഹായിച്ചിരിക്കുന്നത് റവറൻ സജീവ് വി കോശി അച്ഛനാണ്. അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. യൂത്ത് കോർണറിൽ ഹൗ ബൈബിൾ ഇമ്പാക്റ്റഡ് മീ എന്നുള്ള ആ ഒരു തന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്നത് മിസ്റ്റർ നോയൽ ഫിലിപ്പ്, സയന്റിസ്റ്റ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ട്രിവാൻഡ്രമാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. മൈ ബൈബിൾ റീഡിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് തന്റെ വേദപുസ്തക വായനയിലെ അനുഭവം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മിസ്റ്റർ M സ്വരാജ് ആണ്. ഫോമർ MLAയും അതുപോലെ റെസിഡന്റ് എഡിറ്ററുമായിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നു. കൂടാതെ കിഡ്സ് കോർണറിൽ വേണ്ടുന്ന ആർട്ടിക്കിൾസ് നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് റവറൻ M മോഹനൻ അച്ഛനാണ്. ലൂതറൻ സഭയുടെ സിനഡ് പ്രസിഡന്റായിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഐസായുടെ ചെയർമാനായിട്ട് ട്രിവാൻഡ്രം ചാപ്റ്ററിന്റെ ചെയർമാനായിട്ടും അച്ഛന് ഈ നാളുകളിൽ സേവനം ചെയ്യുന്നു. വുമൻസ് കോർണറിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശം, ഫെമിനിസ്റ്റ് കൺസെപ്റ്റ് റിവീൽഡ് ഇൻ ദ ഹോളി ബൈബിൾ, അപ്രകാരം ഒരു ആർട്ടിക്കിൾ നമുക്ക് എഴുതി തയ്യാറാക്കി നൽകിയിരിക്കുന്നത് മിസ്സസ് ജെൻസി ജോയി ബ്ലസൻ ആണ്, ഫാക്കൽറ്റി മെമ്പർ, ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി കുമ്പനാട്. ഇതുകൂടാതെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഓക്സിലറിയുടെ പ്രധാനപ്പെട്ട വാർത്തകളും റീജിയണൽ ബ്രാഞ്ച് വാർത്തകളും ഫോട്ടോസും ഒക്കെ നമുക്ക് വിശദമായിട്ട് കാണുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അപ്കമിങ് ഇവന്റ്സിനെ കുറിച്ചുള്ള ഡേറ്റ്സ്, അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വചനവാർത്ത നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാനായിട്ടുള്ള സാഹചര്യം വിനിയോഗപ്പെടുത്തുക. നിങ്ങളുടെ കമന്റ്സും എഴുതി അറിയിക്കുവാനും യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ എഴുതുവാനുമായിട്ടുള്ള അവസരമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.